മസ്തിഷ്ക മരണം, ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. കീടിലൻ സിനിമ. ആ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി പടം. അത് തന്നെയാണ് മസ്തിഷ്ക മരണം. എനിക്കൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് സിനിമ പേഴ്സണൽ തന്നത്. ഐ ലവ് ദ മൂവി, ഐ എൻജോയ്ഡ് ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അത്രയും ഫൺ ആയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ. സോ നിങ്ങൾ കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണണം. അത്രയും രസമാണ് ഈ സിനിമ കണ്ടിരിക്കാൻ. തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്, തിയേറ്റർ തന്നെ ഗ്യാരണ്ടി ചെയ്ത് കാണേണ്ട ഒരു പടമാണ്. അങ്ങനെയാണ് സിനിമ കംപ്ലീറ്റ്ലി അവർ എടുത്തു വെച്ചിരിക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ കൃഷാന്ത്. കൃഷാന്തിന്റെ പടങ്ങൾ കണ്ടുണ്ടെങ്കിൽ അറിയാം വാട്ട് കൈൻഡ് ഓഫ് ബോൾഡ് സ്റ്റോറി ടെല്ലിംഗ്, യൂണിക് ഫിലിം മേക്കിംഗ് സ്റ്റൈലുള്ള ഒരു ഡയറക്ടറാണെന്ന്. ഇതിനകത്തും നമുക്ക് ആ ഒരു യുണീക് ഫിലിം മേക്കിംഗ് സ്റ്റൈലിൽ ഒരു വേറെ ലെവൽ നമുക്കിനകത്ത് കാണാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ദിസ് ഇസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ചിലവർക്ക് ഈ സിനിമ കണ്ട് പ്രാന്ത് പിടിക്കാം, അങ്ങനെ വെറുക്കാം, പേഷ്യൻസ് ഭയങ്കര ടെസ്റ്റ് ചെയ്യാം. ചിലവർക്ക് പക്ഷേ ഈ പാഠം വർക്കായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ അവസാനം വരെ ഈ പാഠം അങ്ങോട്ട് എൻജോയ് ചെയ്യും. അതാണ് ഈ പാഠത്തിന്റെ ഒരു പ്രത്യേകിച്ച് എക്സ്പെരിമെന്റൽ ഫിലിം. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഈ പടം ഒന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന്. എപ്പോഴും വരുന്ന ഒരു സിനിമയല്ല ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസ്റ്റോപ്പിയൻ, ഒരു ടെക്നോ കൈൻഡ് ഓഫ് സിനിമ. അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമ ഇടയ്ക്ക് ഒരു ബോൾഡ് ഡെയറിങ് അറ്റംപ്റ്റ് ഒരു ഫിലിം മേക്കർ നടത്തുമ്പോൾ പോയി കാണുക. ഞാൻ ഇത് ഫിലിം ലവേഴ്സിനോടാണ് പറയണത്, ഗോ ആൻഡ് ട്രൈ ദിസ് മൂവി, ഗോ ഗിവ് ദിസ് മൂവി എ ചാൻസ് എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല, പക്ഷെ എന്നാലും പോയി കണ്ടു നോക്ക്. ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടാലോ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താലോ. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ആൻഡ് കൃഷാന്ത് ഡൺ എ വണ്ടർഫുൾ ജോബ്. എത്രത്തോളം കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്ലാനിങ്, ദ സ്ട്രാറ്റജി, ഇതെല്ലാം നമുക്ക് ഈ സിനിമയുടെ പുറം കാണാൻ പറ്റും. ഐ ലവ് ഹിസ് വർക്ക്സ്. ഇതിന് തൊട്ട് മുന്നത്തെ സീരീസ്, സോണി ലൈവിലുള്ള സീരീസ് ക്രോണിക്കിൾസ് ഓഫ് 4.5 ഞാൻ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കി. ഇഡിലൻ സീരീസ് ആണ്, സോ മച്ച് ഫൺ, ഭയങ്കര നന്നായിട്ടുള്ള സറ്റയറൊക്കെ ഒരു സീരീസ് ആണ്. അതിന് തൊട്ട് മുന്നത്തെ പുരുഷപ്രേതം അടിപൊളി പടമായിരുന്നു. ആ ഒരു സിനിമ മാത്രം കണ്ടാൽ മതി, അപ്പൊ തന്നെ മനസ്സിലാവും കൃഷാന്തിന്റെ ആ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ, ഒരു യുണീക്നെസ് നമുക്ക് ആ ഒരു കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പടം ജസ്റ്റ് ഒന്ന് പോയി കാണാൻ തന്നെ ഞാൻ പറയുള്ളൂ. ഇതിന്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ ഇല്ലേ വേറെ ലെവൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പടം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് 2046 നിയോ കൊച്ചിയിലാണ്. ഫ്യൂച്ചറിസ്റ്റിക് സിനിമയാണ്. അപ്പൊ ഇവര് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഹോങ്കോങ് ആണെന്നാണ് എന്റെ മനസ്സിൽ വിചാരി പറയണത്. അതായത് മോൺസ്റ്റർ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്, മോസ്റ്റ്ലി മോൺസ്റ്റർ ബിൽഡിങ്ങിന്റെ പുറംഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും പിന്നെ അതേപോലെ കുറെ ഏഷ്യൻസിനെയും പുറകോട് നടന്നു ഇടയ്ക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് എന്തായാലും ഹോങ്കോങ്ങിനാണ് ഈ പടം എടുത്തിരിക്കുന്നത്. പക്ഷെ എന്ത് വന്നാൽ പോലും അടിപൊളിയാണ് ഇവരുടെ പ്ലാനിങ്. ആൻഡ് സിനിമാറ്റോഗ്രാഫർ അത് അതേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. സിനിമാറ്റോഗ്രഫി ഈസ് ഡൺ ബൈ, പേരിൽ എന്ത് വന്നാലും സിനിമാറ്റോഗ്രഫി അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ വി ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദാറ്റ് എറ. എനിക്ക് ആ ഒരു ടൈം പീരീഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാണ്, നമ്മളെ കൊണ്ട് ബിലീവ് ചെയ്യിപ്പിക്കുകയാണ്. വി ആർ ഇൻ ദ ടൈം പീരീഡ്. ആ 2.5 മണിക്കൂർ കാണുന്ന നിമിഷം നമ്മൾ ആ ഒരു കാലഘട്ടത്താണ് നമ്മളെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കുക. അത്രയും ബ്യൂട്ടിഫുൾ വർക്കാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മ്യൂസിക്കും ഒരു ടെക്നോ കൈൻഡ് ഓഫ് സൈക്കഡലിക് മ്യൂസിക്. ഈ സിനിമ മേക്ക് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. വല്ലാത്തൊരു കൈൻഡ് ഓഫ് മ്യൂസിക്കും എഡിറ്റിംഗും വിഷ്വലൊക്കെ ഒരു സൈക്കഡലിക് കൈൻഡ് ഓഫ് ഫൺ എക്സ്പീരിയൻസ് ആണ് സിനിമ തരാൻ സാധിക്കുന്നത്. ഈ പടം കാണുമ്പോൾ ഞാൻ വാക്ക് തന്നെയാണ്, ഒരു ഭയങ്കര യുണീക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ തരും. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് തന്നെ. സ്റ്റോറി പറയാൻ പറ്റില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ്. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. എനിക്ക് ഈ സിനിമയിൽ ആകെ ഇഷ്ടപ്പെടാത്തതും ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ്, ആ ഒരു ഈ സിനിമയിൽ പറയുന്ന കഥയിലോട്ട് കടക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ ഇഴച്ചിരി ഫീൽ ചെയ്യും. അപ്പൊ അവിടെ കുറച്ച് ക്ഷമ വേണമെന്ന് തന്നെ പറയാനുള്ളൂ. അതേപോലെ സെക്കൻഡ് ഹാഫിലും അത്തിരി ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവിടെ ഒക്കെ ഒരു യുണീക്ക് എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സിനിമ എൻഡ് ചെയ്ത രീതിയും ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ എൻഡ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി തന്നുകൊണ്ട് എൻഡ് ചെയ്യാനും തോന്നി. പക്ഷെ എന്നാൽ പോലും ഓവറോൾ സിനിമയുടെ ആ ഒരു ഭയങ്കര ഡിഫറൻസ് മൂവി ആയതുകൊണ്ട് എനിക്ക് ഈ സിനിമ വളരെയധികം ഐ എൻജോയ്ഡ് ദ മൂവി എ ലോട്ട്. അതേപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസസ് അയ്യോ എല്ലാവരും പൂണ്ട് കളയാട്ടായിരുന്നു. എസ്പെഷ്യലി ദ ഫസ്റ്റ് ഷോ സ്റ്റീലർ ആണ് രജീഷ വിജയൻ. വാട്ട് എ കാലിബർ, വാട്ട് എ പെർഫോമൻസ്. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് ഇന്ന് അഴിഞ്ഞാട്ടോ, എന്താ അഭിനയോടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഏത് ക്യാരക്ടർ കൊടുത്താലും ഇരുന്ന് അടിച്ചു പൊളിക്കുക ആ ഒരു പടത്തില്. അതിന്റെ ഒപ്പം തന്നെയാണ് ഇതിന് നിരഞ്ജ് മണിയമ്പിള്ള രാജു ഓരോ സിനിമയിലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കാൻ തോന്നി. ഇതിനകത്ത് ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ആ ഒരു ക്യാരക്ടറോട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായി പോലെ തോന്നിയായിരുന്നു. പക്ഷെ പിന്നീട് ഇല്ലേ അഴിഞ്ഞാട്ടം, അത് തന്നെ എല്ലാവരും ഇരുന്ന് അടിച്ച് പൊളിക്കുവാണ് സിനിമയിൽ. എസ്പെഷ്യലി
ഈ സിനിമയിൽ ഒരു ക്ലൈമാക്സിൽ ഒരു കോടതിയുടെ ഒരു കുറച്ച് സീക്വൻസസ് ഉണ്ട്. അതിനകത്ത് ദിവ്യ പ്രഭയും വിഷ്ണു അഗസ്ത്യനും ഇവരിരുന്ന് തകർക്കുക. ഇതിനകത്ത് ഈ ചില ആക്ടേഴ്സിനൊക്കെ ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ്, ഇങ്ങനത്തെ യുണീക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇടയ്ക്ക് കിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോഴില്ലേ, ഇവരിരുന്ന് വിളയാട്ടമാണ് ഇതിനകത്ത്. അതാണ് ഈ സിനിമയിൽ കാണുന്നത്. എല്ലാരും ഇരുന്ന് പൊളിക്കുക. ജഗദീഷ് പോലും ഇടയ്ക്ക് കയറുന്നുണ്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട്. അങ്ങനെ കുറെ കിടിലൻ സീൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ നന്ദു സൂപ്പർ ആയിരുന്നു. സുരേഷ് കൃഷ്ണ പൊളിയായിരുന്നു. സഞ്ജു ശിവരാം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ള വേഷം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ശാന്തി ബാലചന്ദ്രനാണ് എനിക്ക് അത്രയും വലിയ കണക്ട് ആവേണ്ടത്. പക്ഷെ ബാക്കി എല്ലാരും തകർപ്പ് തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിസൈൻ, പ്രൊഡക്ഷൻ ക്വാളിറ്റി, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയുള്ളൂ. അത്രയും സൂപ്പർ വർക്ക് തന്നെയാണത്. ഞാൻ വീണ്ടും പറയണേ, എനിക്ക് ഈ സിനിമ വർക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയത് എൻജോയ് ചെയ്തത്. ഇത് വർക്ക് ആയവർക്ക് ഈ പടം ഇങ്ങനെ തന്നെയാണ്. ബിക്കോസ് തിയേറ്ററിൽ ഇരുന്ന് ചിരിയുടെ മാലപ്പടക്കമായിരുന്നു. എല്ലാവരും ഇരുന്ന് ചിരിച്ച് അർമാദിക്കുക ഈ സിനിമ. വർക്കായവര് മാത്രം കേട്ടോ. അപ്പൊ എനിക്ക് ഏതായാലും ഈ പടം ഭയങ്കരമായിട്ട് വർക്ക് ആയതുകൊണ്ട് ഫുൾ ഇരുന്ന് ചിരിച്ചു. ഇതിന്റെ സറ്റയറൊക്കെ സൂപ്പർ ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. എല്ലാവരും ഇരുന്നിട്ട് കളിയാക്കുക. ഇതിന്റെ ഈ ഫാൻസ് ആയ ആൾക്കാരെ, സെലിബ്രിറ്റിയുടെ പ്രൊഫഷണലും പേഴ്സണൽ ലൈഫിനും തമ്മിലുള്ള ഒരു സറ്റയർ വർക്ക് ഉണ്ട്. AI, പിന്നെ അതേപോലെ റിവ്യൂവേഴ്സിന് എല്ലാവരും ഇരുന്നിട്ട് അലക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയലോഗ്സും ഏതായാലും പ്രശാന്ത് എഴുതി ഡയറക്ട് ചെയ്തത് ഒരു ഡിഫറെന്റ് സിനിമ തന്നെയാണ്. ഇതിന്റെ തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നത് ഗഗനാചാര്യ എന്നാണ്. പക്ഷെ എനിക്ക് ഗഗനാചാര്യങ്ങളും അടിപൊളി സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ടൊരു കൃഷാന്തിന്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും വെച്ച് കമ്പയർ ചെയ്ത് കുറച്ചുകൂടെ ഹോൾസം, ഭയങ്കര ഫൺ എന്റർടൈനർ ആയിട്ടാണ് തോന്നിയത്. ഏതായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇതൊരു മലയാളം ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാളം സിനിമ എന്ന് ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ പറയാം. ഇറ്റ്സ് എ വെരി ബോൾഡ്, വെരി ഡെയറിംഗ് അറ്റംപ്റ്റ്. സോ പ്ലീസ് ഗോ ആൻഡ് try out this movie. Just give this movie a chance and I hope you will love this movie. എനിക്ക് പേഴ്സണലി I loved the movie. I enjoyed the movie a lot. എനിക്ക് എന്തെങ്കിലും ഒന്നുകൂടെ കാണുന്ന ഒരു ആഗ്രഹം പോലും ഉണ്ട്. അത്രയും ഒരു ഡിഫറെന്റ് യുണീക്ക് എക്സ്പീരിയൻസ് സിനിമ പേഴ്സണലി തന്നുകൊണ്ട്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവ്യൂസ്.